പിന്നെ ഇതുപോലത്തെ വെള്ളക്കുപ്പി വാങ്ങിയാൽ മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ഒന്നും വെള്ളത്തിലിട്ടിട്ട് നശിപ്പിക്കരുത്. പിന്നെ ഈ കുപ്പിങ്ങൾ തിരിച്ചിങ്ങായിട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ബോട്ടിൽ പൂത്തുണ്ടാവും സൈഡിൽ കൂടെ, അപ്പോൾ അതിലെവിടെയെങ്കിലും ഇട്ടിട്ട്. നമ്മളിപ്പോൾ പോണത് കേരളത്തിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഐലൻഡ് എന്നാണോ പറയുക? ഇപ്പോൾ കടമക്കുടിക്ക് എന്താ പറയുക, ഐലൻഡാണോ? ഏറ്റവും അടിപൊളിയായിട്ടുള്ള അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ രണ്ട് സൈഡിലും ഇതാക്കണ നല്ല കാഴ്ചകൾ. അതെ, കായലാണോ ഇതെന്താണ്? ഒരു വെള്ളക്കെട്ട് പോലെ മീന് വളർത്തുന്നുണ്ട്. പക്ഷെ പറയാണ്ട് കാട്ടില്ല കേട്ടോ, ഭയങ്കര വേസ്റ്റ്, ഒരു കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യന്മാർ. ഐലൻഡിലേക്ക് സ്വാഗതം. ഐലൻഡാണല്ലേ? പക്ഷെ ഇത്രയും നല്ലൊരു സ്ഥലത്തിന് എങ്ങനെ വേസ്റ്റ് നശിപ്പിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമായി തോന്നുന്നുണ്ട് കേട്ടോ. സത്യം. ഇങ്ങനെ നമ്മളിങ്ങനെ കടമക്കുടി കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ നല്ല വെയിൽ താന്നും കൊണ്ട് ഒരു സുഖമില്ല, ചൂടില്ല, വളരെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നല്ല ചൂട്. അപ്പൊ നമ്മളിങ്ങനെ വെയിൽ താന്ന സമയം നോക്കിയിട്ട് കറക്റ്റ് ടൈം നോക്കി ഇറങ്ങിയതാ. ചെറിയ ചെറിയ കണ്ടൽക്കാടുകൾ നോക്കി, കണ്ടൽക്കാട് സൈഡിൽ കൂടെ പ്രത്യേക വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ഇതുപോലെ ഇങ്ങനെ പോകും, രണ്ട് സൈഡും. ഇതുപോലെ വേറെ ഒരുപാട് ഐലൻഡ് ഇവിടെ ഉണ്ട്, പക്ഷേ കടമക്കുടിയാണ് പിന്നെയും കുറച്ചും കൂടി. നമ്മൾ അങ്ങോട്ട് പോയി തുടങ്ങണ നേരം ഇതാക്കണ ഇടത് സൈഡ് നിറയെ വെള്ളക്കെട്ട് കാര്യങ്ങളുമായിട്ട്, ഇപ്പുറത്തെ സൈഡും അതേ തന്നെ ഒരുപാട് മീൻ കൃഷി ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മീൻ, ചെമ്മീൻ കെട്ടാണ് അധികം. അവിടെയൊക്കെ കുറേ ചായ കുടിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മളങ്ങോട്ട് അങ്ങനെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസ് ഉണ്ട്, അടിപൊളിയാണ്. ഇങ്ങനെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. ആണല്ലേ? ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് പാർക്ക് ചെയ്ത പോലെ. എനിക്ക് തോന്നുന്നു ബോട്ട് സർവീസ് പാർക്ക് ചെയ്ത ആൾക്കാരാണെന്ന്. നമ്മൾ പോണത് വേറൊരു സ്ഥലത്തേക്കാണ്, വ്യൂ പോയിന്റ് കാണാനാണ് പോണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് ഏതോ ഒരു സ്ഥലത്ത് നല്ല ഹോട്ടൽ ജ്യൂസ് കട കയറിയിട്ട് ആ ഭാഗത്താണ് ഇവിടെ ഉത്സവമല്ലേ ഉണ്ടായിരുന്നു. അന്ന് ഉത്സവമായിരുന്നു. ഇങ്ങനെ കടമക്കുടി കട്ടത്രക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടുന്ന് എടുത്തോട്ട് പോയിട്ട് നമുക്ക് ഇതാ ഇവിടെയുള്ള ഈ ഒരു അമ്പലത്തിലായി നമ്മൾ റിസോർട്ട്. ഇതാണ് അമ്പലം. ഇതാണ് ഇപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ഉള്ളോട്ട് അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ നമ്മൾ എന്താക്കുക, വണ്ടി ഇവിടെ വെക്കുകയാണ്. വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം, ഉള്ളോട്ട്. ഈ വഴി ഇങ്ങനെ നടന്നു പോകട്ടോ. ഇവിടെ കണ്ട വേസ്റ്റ് ഉണ്ടോ? വെള്ളം വറ്റിയതിനു ശേഷം വേസ്റ്റിൻ്റെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണേ. ഇതിലെങ്ങനെ ആകണം, ഏകദേശം ഒരു 500 മീറ്ററോളൊക്കെ നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും നല്ല വഴി കണ്ടില്ലേ? ഓരോരോ ആൾക്കാർ ഫുള്ള് വേസ്റ്റ് ഇട്ടിട്ട് നാശമാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് കള്ളും കുപ്പി, വാട്ടർ ബോട്ടിൽ, പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, പിന്നെ ഡയപ്പറ്. നാട്ടിലുള്ള മനുഷ്യന്മാർക്കാർക്കും വിവരമല്ലേ? എന്താണ് അങ്ങനെ അഭിനയിക്കുകയാണോ? നല്ല സ്ഥലമാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ രണ്ട് സൈഡിലും ഇങ്ങനെ തോട് പോലെ, തോടാണോ എന്താ ഒരു വെള്ളക്കെട്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, വെള്ളം കയറും. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്നങ്ങായിട്ട് കുറച്ച് നടന്ന് വീഡിയോ എടുത്ത് എന്തിൻ്റെയോ അസ്ഥിക്കൂടം കണ്ടോ നടന്നു പോണവരും കണ്ടോ? വല്ല പശുവോ പോത്തോ എന്തോ ആയിരിക്കും. അസ്ഥി ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, എന്തിനാണെന്നറിയില്ല. വെള്ളം പറ്റിയാലും കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇപ്പം വല്ല മനുഷ്യനെയും തല്ലിക്കൊന്നിട്ടാണോ അറിയില്ല. മഹാത്മാഗാന്ധി ദേശീയ കടമക്കുടി, നല്ല അടിപൊളി കാഴ്ചട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു തുരുത്ത്. ഇത് കണ്ടൽക്കാടിൻ്റെ വേര് കണ്ടോ? കണ്ടൽക്കാടിൻ്റെ വേര് ഇങ്ങനെ മുകളിലോട്ടായി വരും, വെള്ളത്തിൻ്റെ മുകളിലോട്ട്. ഇതിപ്പം വെള്ളം പറ്റിയത് കൊണ്ട് കറക്റ്റ് കാണാണ് കേട്ടോ. നല്ല കാഴ്ചകളാട്ടോ ഉള്ളത്. എറണാകുളത്തൊക്കെ വരികയാണെങ്കിൽ കടമക്കുടി വരാൻ നോക്കണ്ടേ. കണ്ടോ, ഇതാക്കണ ഒരു ഡ്രസ്സും അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു അസ്ഥി.
ഇവിടെ ഫുള്ള് ഡ്രസ്സും അസ്ഥിയും എന്തൊക്കെയോ ഉണ്ടല്ലോ, ദുരൂഹതയുള്ള സ്ഥലം കേട്ടോ. ആരോ തല്ലിക്കൊന്നും സ്ഥിരമായിട്ട് ഇടേണ്ടി പോകുന്നുണ്ട് ഇവിടെ. ഇവിടെ തലയോട്ടിയൊക്കെ കാണാം നമുക്ക്. അറിയില്ല, ആരോടെ കണ്ടാ ചോദിച്ചു നോക്കണം ഇതെന്താ സാധനം. ഇപ്പം നമ്മളിങ്ങനെ നടന്ന് പോവാട്ടോ. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ് പറഞ്ഞാൽ അടിപൊളി. നമ്മളൊരു എവിടെയോ ബീച്ചിലെല്ലാം പോയിരിക്കുന്ന പോലെ രണ്ട് സൈഡിൽ നിന്നും കാറ്റായിട്ട് നല്ല സുഖമുണ്ട് പോകാൻ. ഇപ്പം നമ്മൾ നേരത്തെ വന്ന ആ റോഡാട്ടോ ആ കാണുന്ന, അവിടെ ഉള്ളത് ആ കാണുന്ന നമ്മൾ നേരത്തെ വന്ന വഴി ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെങ്ങോട്ടാ വ്യൂ പോയിന്റ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല, പോയി നോക്കാം. ഇത് മറ്റേ ചെമ്മീൻ കെട്ട് അങ്ങനെ ആണോ അറിയില്ല. ഫുൾ ഇങ്ങനെതാ പച്ച നെറ്റിട്ട് മറച്ചിട്ടുണ്ട്. മീൻ കൃഷി ആയിരിക്കും. ഈ ക്യാമറയിൽ കൂടെ ഞാനും കാണുന്നുള്ളൂ, അത്രക്കും പൊന്തിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ പോകും. അവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് മറ്റേ ബോട്ടിന് അവിടെ നിന്ന് എന്തോ ഇറങ്ങാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം അവിടെ ഇറങ്ങി വരുന്നുണ്ടോ ആൾക്കാർ, ആ വഴി ഇറങ്ങി വരാ തോന്നുന്നുണ്ട്. അറിയില്ല, ഇല്ല തിരിച്ചു നമുക്ക് അങ്ങനെ പോയാലും മതി. കാരണം അതല്ല, തിരിച്ചു പോകുമ്പേ മൊന്തിയരായി ഉണ്ടെങ്കിൽ ഞാൻ കാല് കടിക്കണ്ടല്ലോ. രാത്രി ആയിണ്ട് നമുക്ക് തിരിച്ചങ്ങനെ കയറിയിട്ട് പോകാം. വഴി ഓൾമോസ്റ്റ് നമ്മളെത്തി. കണ്ട അവിടെയൊക്കെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ടുണ്ട്. ഇത് മറ്റേ അന്ന് നമ്മൾ കൊച്ചി പോയപ്പം കണ്ടില്ലേ മീന് വേണ്ടി താത്തിരുന്ന വല, അതുണ്ട്. ഏറ്റവും 2 എണ്ണം ഉണ്ട്. ഇങ്ങനെ പോവാം. ഇതിലെ കൂടെ ബസ് സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ. ബസ്സെല്ലാം പോകുന്നുണ്ട്. എങ്ങോട്ട് ചിലപ്പോൾ വരാപ്പുഴക്കുള്ള ബസ്സായിരിക്കും. അപ്പോൾ അപ്പുറത്തൂടെ നേരത്തെ ഈ പറഞ്ഞ ബൈക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ട്. അതാക്കണം അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പുറത്തോട്ട് വലത്തെ സൈഡ് കണ്ടോ, ഇത് കാണിച്ചിട്ട് ഇവിടേക്കാണ്. നമ്മളെ ഈ ഒരു ഇതിലേക്ക് വഴിയില്ല, ഇവിടേക്ക് ബോട്ട് സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് പോയി നോക്കാം എന്തേ തള്ളേന്ന്. ഇവിടം വരെ ഉള്ളു, ഇവിടെ തീർന്നില്ലേ? ഇവിടെ തീർന്നു. ഇതാണ് വ്യൂ പോയിന്റ്. ഇതാണ് ഗൈസ് വ്യൂ പോയിന്റിലെത്തി നമ്മള്. പക്ഷെ ഇത് ഫുള്ള് വെള്ളല്ലേ, 4 പാടും വെള്ളം മാത്രം. ഒരു ശരിക്കും വന്ന ഒരു വെള്ളക്കെട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയ അവസ്ഥയാണ് ഇപ്പം നമുക്ക്. നമ്മൾ നടന്ന് ഇതിൻ്റെ എൻഡിങ് പോയിന്റിൽ എത്തിട്ടോ. എൻഡിങ് പോയിന്റിൽ 2ാമത്തെ പാലത്തിൻ്റെ അടുത്തെത്തി. 2ാമത്തെ പാലം ഈ കയറിയല്ലേ. ഇങ്ങനെ എൻഡിങ് പോയിന്റിലെത്തി. ഇവിടെ ഇതാക്കണ നമ്മൾ തിരഞ്ഞ് വന്ന കപ്പയും ബീഫും ഒക്കെ കഴിക്കാൻ വന്ന ഷോപ്പ് പൂട്ടിയിട്ടേക്കണം. യെസ്, എക്സാക്ട്ലി ഇത് തന്നെ. ഇവിടുന്ന് കപ്പയും ബീഫൊക്കെ കിട്ടുക പറഞ്ഞിട്ട് വന്നതായി കേട്ടോ. ഇവിടെ ഇതാക്കണ പൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ആ വഴിക്ക് വന്നാലും ഇവിടെ ഇതാക്കണ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ, ഒരു വാതിൽ. അപ്പോൾ ഈ വാതിൽ അടിച്ചിട്ടതാണെങ്കിൽ നമുക്ക് ഇതിലങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റില്ല. അതാകണം ഇവിടെ ഈ ഒരു വഴിക്ക് ഇങ്ങോട്ട് റോഡുമ്പോൾ കൂടി തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പക്ഷേ ഇവിടെ ഇതാക്കണ ഒരു വാതിൽ പോലെ. ഈ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞായിട്ട് നടന്നു വരികയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമല്ല, നല്ല രസം. അങ്ങനെ നടക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഇവിടെ ഇതാക്കണ ഒരു ചെറിയൊരു കള്ള് ഷോപ്പുണ്ട്. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. കള്ളുടിക്കണ്ടെന്നാ പോരെ അല്ലേ? പക്ഷെ ഓപ്പൺ അല്ല. പിന്നെ ഇതാകണതിലിങ്ങനെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് പൂട്ടിയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. നടന്നപ്പുറത്തോട്ട് തന്നെ വരണം. അപ്പോൾ അതാ ഒന്നുകൂടെ വൈബ് കിട്ടും. നമ്മൾ തിരിച്ചിങ്ങായിട്ട് അതേ വന്ന വഴിക്ക് തന്നെ നടക്കുകയാണ് അങ്ങോട്ട്. അപ്പം നമ്മൾ നടന്നങ്ങായിട്ട് ഇതാക്കണ പകുതിക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബാക്കിലായിപ്പോയി. ഓളിതാ മുന്നേ പോയി എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. നടന്നങ്ങായിട്ട് ഞാനൊരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തങ്ങായിട്ട് നടക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി.
ഇപ്പം ഏകദേശം ഒരു 6 മണിയാവാണ്. പക്ഷേ നല്ല വെയിലുണ്ട് ഇപ്പോഴും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഈ ഒരു വരുമ്പത്തൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ വയലിൽ കൂടെ നടന്നു പോലെ സ്കൂളിലേക്ക് ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു 5-8 ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ വയലിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ പോവും. ഒറ്റ മൈന അല്ല 2 മൈനല്ലേ? ഒറ്റ മൈന 2 മൈനുണ്ട്. അതാ ബാക്കിലും ഉണ്ട് മൈന. നടന്നതാകണം തുള്ളി ഒരാൾ പോകണുണ്ടല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, റെക്കോർഡിങ് ആണ്. ഏയ് പ്രശ്നമല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരോ സബ്സ്ക്രൈബേഴ്സ് ആരോ കാണുമെന്ന് അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യട്ടെ. നമ്മളിങ്ങനെ കാണില്ലേ, ഓരോരോ സ്ഥലത്ത് പോവും. ചിലപ്പോൾ അവിടെ പോയാൽ ഒന്നും കാണാനുണ്ടാവില്ല, ചിലപ്പം കാണാനുണ്ടാവും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി. അതെ പോകും. ഞങ്ങൾ വീഡിയോ ഇതാക്കണ ഈ ഒരു ടൈം വരെ ആരോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാണാനുള്ള ആകാംക്ഷ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അറിയാനുള്ള ആകാംക്ഷ ഉണ്ടോ? കാരണം എനിക്ക് വലിയ വിശ്വാസമില്ല കാണുമെന്ന്. അമ്പലത്തിൽ നിന്ന് നല്ല പാട്ട്, നമ്മൾ നേരത്തെ കണ്ട അമ്പലം. എനിക്ക് തോന്നുന്നുണ്ടോ ഈ വീഡിയോ ഇതുവരെ ആരെങ്കിലും കാണുമെന്ന്? ഇതെന്തായാലും ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടാവും. ആരെങ്കിലും കാണട്ടെ. കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മൾ തിരിച്ച് നടന്നിട്ട് ഇവിടെ എത്തി. റോഡുമ്മ തന്നെ എത്തി. ഇവിടെ കണ്ടോ അതിൻ്റെ അവസ്ഥ? ഭയങ്കര മോശമൊക്കെ എടുക്കുക. ഇതൊക്കെ ശരിക്കും എന്താണ് ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റേണ്ടത്. പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല. വീണ്ടും നശിപ്പിക്കുക തന്നെ. കണ്ടിട്ട് പറഞ്ഞു ഇതൊക്കെ കണ്ടില്ല, പുതിയ കുപ്പികളാണ്. ഓരോരുത്തർ കവറിലാക്കി കൊണ്ടിട്ടുണ്ട്, അല്ലാതെ കൊണ്ടിട്ടുണ്ട്. നാടിനെ നശിപ്പിക്കാം. ഇവിടെ ഇതാക്കണ റോഡ് പണി നടക്കുന്നുണ്ട്. നമ്മളെ വണ്ടി ഇത് അവിടെ വെച്ച് നമ്മൾ നടന്നിട്ട് ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ അടുത്തൂടെ അവിടെ പോയിട്ട് ആ തെറ്റത്ത് പോയിട്ട് ചായ കുടിക്കാനിരിക്കാം. ഇപ്പം നമ്മൾ തിരിച്ച് അവിടെ ചായക്കടയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവാം കേട്ടോ. നമ്മൾ അമ്പലത്തിട്ട് ഇവിടെ നിന്നാണ് നേരത്തെ പാട്ട് കേൾക്കുന്നത്. ഈ പാട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കേൾക്കുന്നത്. അതെ, വെള്ളം വെച്ചിട്ടല്ലോ, പക്ഷെ നല്ല അങ്ങോട്ട് ദൂരത്തോട് കേൾക്കണ്ടോ. ഇങ്ങനെ പോയി എവിടെന്നെങ്കിലും ചായ നല്ല ചൂടുള്ള ചായ കുടിക്കാം. നല്ല ചൂടല്ലേ ഏതായാലും. മറ്റേ ആപ്പൂപ്പൻ പറഞ്ഞ പോലെ ഡബിൾ സ്ട്രോങ് ചായ. അതെ, ആ ഡബിൾ സ്ട്രോങ് ചായ കുടിച്ച കഥ പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വണ്ടി ചാർജ് ചെയ്യാൻ സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ചാർജിലൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞേരം വെള്ളത്തിന് അയച്ചു ഉച്ചക്ക്. ഉച്ചക്ക് 12:30 അപ്പോൾ നേരെ അപ്പുറത്തുണ്ട് ഒരു കൂൾ ബാർ. ഞാൻ ആ കൂൾ ബാറിലേക്ക് ഓടി, റോഡൊക്കെ ക്രോസ് ചെയ്ത് ഓടി. അവിടെ എത്തി. ഞാൻ ഇവനോട് ഹിന്ദിക്കാരനോട് പറഞ്ഞു ഒരു ജ്യൂസും ഒരു വെള്ളം എന്ന് പറഞ്ഞു. ആ വെള്ളം പറഞ്ഞങ്ങായിട്ട് കാത്തിക്കണേരുണ്ട്. ഒരു അപ്പൂപ്പനുണ്ട് ഓടി വന്നിക്കണം. മൂപ്പനുണ്ട് മനസ്സോയി എനിക്ക് നല്ല ഡബിൾ സ്ട്രോങ് ചായ, ഒരു പരിപ്പ് വട, നട്ട വെയിലത്ത് പെരുഞ്ചൂടുള്ള ടൈമിലേ ഞങ്ങൾ വന്നപ്പോൾ അതിനേശം അതാ പറഞ്ഞത്. അപ്പൂപ്പനെ അതിൽ പോയി ചായ കുടിക്കുക. നല്ല ചൂടുണ്ട്. ഏതായാലും പോയി നമുക്കൊരു ചായ കുടിക്കാം. ഏതായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എന്താ ഇവിടെ ചായ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാം. 2 ചായ വാങ്ങിട്ടോ. 2 ചായ വാങ്ങി നമുക്കിനി ഇവിടെ പോയിട്ട് ഇരിക്കാം. അപ്പം നടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറെ വഴിയും കൂടെ ഇട്ടുണ്ടോ. അതിലെങ്ങനെ നടന്നാലും ഇങ്ങനെ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കാരണം ഇങ്ങനെ പോയി വരാം. പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല. അധികം ഒന്നുമില്ല, അങ്ങോട്ട് കാണാനൊന്നുമില്ല. നേരത്തെ നമ്മൾ കണ്ട അതേ സംഭവം തന്നെ. അവിടെ അങ്ങോട്ട് പോയാൽ എന്താ ഒരു നീല ഷെഡ്, ഒരു കള്ള് ഷാപ്പ് കാരണം. പക്ഷെ അവിടെ തുറന്നിട്ടുണ്ടാവില്ല. നമ്മൾ വാങ്ങിയത് കോളിഫ്ലവറും ചായ 2 ചായ. ഇതിൽ KSRTC സർവീസൊക്കെ ഉണ്ട് കേട്ടോ. KSRTC ഇതാ പോണം. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് ആൾ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ കൂടെ ചെറിയ കടകളുണ്ട്. പിന്നെ ഒന്നും കൂടെ പറയുകയാണ്, ഇങ്ങനത്തെ ബോട്ടിൽ വാട്ടർ വാങ്ങിയാൽ ഈ വെള്ളത്തിലിട്ടിട്ട് നശിപ്പിക്കരുത്. ഇത് തിരിച്ചിട്ട് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവുക. ഇതുവരെ ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഇതാക്കണ സൂര്യൻ കണ്ടില്ലേ, സൂര്യൻ ഇതാക്കണ അസ്തമിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു ലോങ് വീഡിയോ കഴിഞ്ഞു. നമ്മളിതിൻ്റെ ഷോർട്സും ഇടാം. അപ്പോൾ എല്ലാവരും കാണുക. ഇതുവരെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് പറ്റണമൊക്കെ ചെയ്യുക. അപ്പം എന്നാൽ ശരി, ബൈ.